കാവ്യ, നമ്മൾ ദില്ലിയിലെ സമരം നടന്ന ഈ ജന്തർ മന്ദറിലെ ആ ഒരു സമീപകാല ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ കർഷകരുടെ സമരം അവിടെ നടന്നിരുന്നു. അതിൻ്റെ തുടർച്ചയായി ഗുസ്തി താരങ്ങൾ, വനിതാ ഗുസ്തി താരങ്ങൾ സമരം നടത്തിയിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിമാർ സമരം നടത്തേണ്ട ഒരു സാഹചര്യം വരുന്നു. മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇന്നലെ ഈ സമരത്തിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നിർമ്മലാ സീതാരാമൻ കേരള സ്പെസിഫിക് ആയിട്ട് മറുപടി പറയേണ്ടതാണ്. ഇതിൽ എനിക്ക് ആദ്യം എടുത്തു പറയാൻ തോന്നുന്ന ഒരു കാര്യം, സംഘാടന മികവ് തന്നെയാണ് ഇതിനെ ദേശീയ തലത്തിൽ തന്നെ അന്തർദേശീയ തലത്തിൽ തന്നെ ഈ ഒരു സമരത്തിന് വലിയ പ്രാധാന്യം നൽകിയതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 മുഖ്യമന്ത്രിമാരുടെ സാന്നിധ്യം, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് 14ഓളം പാർട്ടികളുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയണം. കർണാടകയുടെ സമരവും, തീർച്ചയായും കർണാടകയുടെ സമരത്തെ നമ്മൾ മാനിക്കാതെ ഇരിക്കുന്നില്ല. എങ്കിൽ പോലും കേരളം ഇപ്പോൾ കാഴ്ചവെച്ചിട്ടുള്ളത് കേരളത്തിൻ്റെതായ അവകാശങ്ങൾ നേടിയെടുക്കുക എന്നതിനപ്പുറത്തേക്ക് രാജ്യത്ത് ചില പൊതു പ്രശ്നങ്ങളുണ്ട്, അത് വളരെ കൃത്യമായി ഫോക്കസ് ചെയ്ത് സംസാരിക്കാനുള്ളൊരു വേദി അവിടെ പല നേതാക്കന്മാർക്ക് ലഭിച്ചു. ഈ തെക്ക് വടക്ക് എന്നുള്ള ആ ഒരു ശ്രമം, ആ ഒരു വിഭജനത്തിലുള്ള ശ്രമം നടത്തുന്നത് യഥാർത്ഥത്തിൽ ആരാണ് എന്ന് പറയാനാണ് ഈ മുഖ്യമന്ത്രിമാരടക്കം കൃത്യമായി ഈ വേദിയെ ഉപയോഗിച്ചതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വളരെ പ്രധാനമായ രാജ്യം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രശ്നങ്ങളും അവിടെ ചർച്ചയായി എന്നതാണ് എനിക്ക് ഇന്നലത്തെ ആ മുഴുനീള പ്രൊട്ടസ്റ്റ് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ഒരു സംഘാടന മികവ് എന്ന് പറയുന്നത് കേരളത്തിന് കഴിയും. രാജ്യത്തെ ഈ വിധത്തിൽ ചിന്തിപ്പിക്കാൻ, ഈ വിധത്തിൽ മോട്ടിവേറ്റ് ചെയ്യാനുള്ള നിരവധിയായ കാര്യങ്ങൾക്ക് കേരളത്തിന് മുൻകൈയെടുത്ത്, ഈ സംസ്ഥാന സർക്കാരിന് മുൻകൈയെടുത്ത് നിരവധിയായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നൊരു ശക്തമായ സന്ദേശം കൊടുക്കാൻ കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേരളം ഒരു ബദൽ നയങ്ങൾ ഉയർത്തിപ്പിടിച്ച്, അതിപ്പോൾ വീട് നിർമ്മിക്കുന്ന കാര്യമായാലും, ക്ഷേമ പെൻഷൻ നൽകുന്ന കാര്യമായാലും, അടിസ്ഥാന വികസന മേഖലയായാലും, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമായാലും, ഇവിടെ ഒരു ജനപക്ഷ നിലപാടുകളും ജനപക്ഷ നടപടികളുമുണ്ട്. അത് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഞങ്ങളാണ് നമ്പർ 1 എന്നുള്ള കാര്യം. അതായത് ഇതൊരു പൊതു പ്രശ്നമാണ്, ഇത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല, ഇതൊരു പൊതു പ്രശ്നം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടണമെന്ന് ഏറ്റവും ആത്മാർത്ഥമായി കേരളം ആഗ്രഹിക്കുന്നു എന്നൊരു തോന്നലുണ്ടാക്കിയെടുക്കാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ദേശീയ മാധ്യമങ്ങളിൽ പലപ്പോഴും നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് പോകുന്നിടത്ത് ഇന്നലെ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ പറയുന്നത് കോട്സിൽ ഇങ്ങനെ ആവർത്തിച്ചു വരുന്നത് കാണുമ്പോൾ വ്യക്തിപരമായി വളരെയധികം സന്തോഷമാണ് തോന്നിയത്. കൃത്യമായ പ്രതീക്ഷകൾ അവിടെ ഇനി ബാക്കിയാണെന്നൊരു സന്ദേശം കൊടുക്കാൻ ഇന്നത്തെ ഒരു ദിവസത്തിന് കഴിഞ്ഞിട്ടുണ്ട്.